So superconductivity, conductivity of a material becomes conductivity. Infinite. Infinite. Okay, കാരണം resistivity 0 യും conductivity infinite ആയിരിക്കും. 1 by resistivity ആണ് conductivity. Again, electrical resistance become zero. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. Next, temperature at which conductivity of a material becomes infinite. Critical temperature. Critical temperature. So above critical temperature, material എപ്പോഴും normal state ലായിരിക്കും. So critical temperature is the temperature at which materials change from normal state to superconducting state. Conductivity of a material becomes infinite at critical temperature. Fermi energy level of a superconductor? Midway between. Yes, option B ആണ് midway between ground state and first excited state. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഹയസ്റ്റ് എനർജി ലെവൽ ആണ്. ആൻഡ് ഇവിടെ സൂപ്പർ കണ്ടക്ടേഴ്സിൽ ഫെർമി ലെവൽ എന്ന് പറയുന്നത് മിഡ്വേ ആയിരിക്കും. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെയും ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെയും മിഡിലായിരിക്കും, മിഡ്വേയിലായിരിക്കും. അപ്പം എപ്പോഴും ഫെർമി ലെവൽ എന്ന് പറയുന്നത് വാലൻസ് ബാൻഡിന്റെയും കണ്ടക്ഷൻ ബാൻഡിന്റെയും ബിറ്റ്വീൻ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് ഫെർമി ലെവൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഏതായിരിക്കും? ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഈ പോയിന്റ്. മേസണറി ഡയാമാഗ്നറ്റിക്. ഓപ്ഷൻ എ ആണ് ഡയാമാഗ്നറ്റിക്. കാരണം സൂപ്പർ കണ്ടക്ടേഴ്സ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് താഴെ കൂൾ ചെയ്യുമ്പോഴത്തേക്കും റെസിസ്റ്റിവിറ്റി 0 ആയിരിക്കും. സോ അപ്പോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡയമാഗ്നറ്റിക് പ്രോപ്പർട്ടി ആയിരിക്കും, അല്ലെങ്കിൽ ദേ എക്സിബിറ്റ് പെർഫെക്റ്റ് ഡയമാഗ്നറ്റിസം. ഡയമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് തന്നിട്ടുള്ളത്. ഡയമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ക്യാൻസൽ ആയിട്ട് പോകും. ക്യാൻസൽസ് എക്സാക്ട്ലി ദ അപ്ലൈഡ് മാഗ്നറ്റിക്. Which of the following are the properties of superconductors? All of them. Yes, all of the above. Diamagnetic ആണ്, zero resistivity ആണ്, infinite conductivity ആണ്. Minimum amount of current pass through the body of superconductor in order to destroy the superconductivity. എന്തായിരിക്കും? ക്രിട്ടിക്കൽ കറന്റ് ആണ്. ക്രിട്ടിക്കൽ കറന്റ് ആണ്. അപ്പൊ ക്രിട്ടിക്കൽ കറന്റ് എന്താണെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞില്ല എന്ന് തോന്നുന്നു. സി, ക്രിട്ടിക്കൽ കറന്റ് എന്ന് പറഞ്ഞാല് ഒരു സൂപ്പർ കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു സൂപ്പർ കണ്ടക്ടർ വഴി നമ്മൾ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ മിനിമം വാല്യൂ ഓഫ് കറണ്ടിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ കറന്റ്. ഓക്കെ, അപ്പം ഒരു കണ്ടക്ടർ വഴി നമ്മളിപ്പം കറണ്ട് പാസ് ചെയ്യുന്നു എന്ന് വെച്ചോളൂ. ഇപ്പൊ നോർമലി ഒരു സൂപ്പർ കണ്ടക്ടർ വഴി കറണ്ട് പാസ് ചെയ്യുവാണെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ആവും. അപ്പം ഈ കറണ്ട് ഒരു പർട്ടിക്കുലർ
വാല്യൂവിനേക്കാളും കൂടുതൽ പോവുകയാണെങ്കിൽ കണ്ടക്ടർ എന്ത് ചെയ്യുന്നു, നോർമൽ സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരുന്നു. അപ്പോ ഏതൊരു മിനിമം കറണ്ട് വാല്യൂവിലാണ് ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നത്, ആ കറണ്ടിന് പറയുന്ന പേരാണ് critical current. So minimum amount of current pass through the body to destroy the superconductivity. ആ കറണ്ടിന് പറയുന്ന പേരാണ് critical current. Next, magnetic lines of force cannot penetrate the body of a superconductor. ഈ phenomena Option C. C and Mesner. Mesner effect. മെസ്നർ ഇഫക്റ്റ് അറിയാലോ. ഇപ്പം കണ്ടക്ടർ വഴി, സൂപ്പർ കണ്ടക്ടർ വഴി മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യില്ല, അത് കണ്ടക്ടർ വഴി പെനിട്രേറ്റ് ചെയ്യില്ല, എക്സ്പെൽ ചെയ്ത് പുറത്തോട്ട് പോകും. സോ അതിനെയാണ് മെസ്നർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇത് ഞാൻ പറയാതെ വിട്ടൊരു പോയിന്റ് ആണ്, ഫിനോമിന ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ആരാണ് ആദ്യം ഡിസ്കവർ ചെയ്തത്? Ohms ആണോ? ഓൺസ് ആണ്. ഓൺസ് ആണ്. ഓരോരുത്തരും എന്തൊക്കെയാണ് മീൻസ് എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്തു എന്നുള്ളത് നോക്കാം. സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ഫിനോമിന അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടീവ് എന്ന് പറയുന്ന ഫിനോമിന ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് കാമർലിൻ ഓൺസ് ആണ്. അപ്പം രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്ന ആരാ? നീൽസ് ബോർ ആണ്. ബോർ അറിയാം, അറ്റോമിക് സ്ട്രക്ചർ തന്നത്, മീൻസ് അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് നീൽസ് ബോർ ആണ്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ഉള്ളത് റിച്ചാർഡ് സ്മാലി. ഫലറൻസ് ഡിസ്കവർ ചെയ്തത് റിച്ചാർഡ് സ്റ്റാൻലി ആണ്. ഫലറൻസ് എന്ന് പറഞ്ഞാൽ കാർബണിന്റെ ഒരു എന്താ പറയാ, കാർബൺ ഉണ്ടല്ലോ, കാർബൺ കോമ്പൗണ്ടിന്റെ ഒരു പ്രോപ്പർട്ടി, അതാണ് ഈ പറയുന്ന പോലെ റിച്ചാർഡ് സ്മാലി ഡിസ്കവർ ചെയ്തത്. നെക്സ്റ്റ് ഓപ്ഷൻ ഉള്ളത് ഓട്ടോ ലെഹ്മാൻ ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഒരു നെയിം കോയിൻ ചെയ്തത് ഓട്ടോ ലെഹ്മാൻ. അപ്പോ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ഫിനോമിന ഡിസ്കവർ ചെയ്തത് ഓൺസ് ആണ്. ഏത് ഇയർ ആണെന്ന് അറിയാമോ? എനിക്ക് തോന്നുന്നു അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ ഡിസ്കവേർഡ് ഇൻ ദ ഇയർ. ഏത് ഇയർ ആയിരിക്കാം? ഒരു ഊഹം. 11 ആണ്. 1911 ആണ്. സൂപ്പർ കണ്ടക്ടേഴ്സ് ഡിസ്കവർ ചെയ്ത ഇയർ 1911 ആൻഡ് ഡിസ്കവർ ചെയ്ത വ്യക്തി ഓൺസ് ആണ്. 1911 സൂപ്പർ കണ്ടക്ടേഴ്സ് ഡിസ്കവർ ചെയ്തത്. സോ അപ്പൊ പുള്ളി ഒരു ഡച്ച് ഫിസിസിസ്റ്റ് ആയിരുന്നു. അപ്പം മെർക്കുറിയുടെ ആ ഒരു റെസിസ്റ്റിവിറ്റി മെഷർ ചെയ്യുന്ന സമയത്തായിരുന്നു സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ പുള്ളി ഡിസ്കവർ ചെയ്യും. ഇലക്ട്രോൺസ് ഹെഡ് ഇൻ ഡാഷ് ഡയറക്ഷൻ, സെയിം ഡിഫറെന്റ്, ഓപ്പോസിറ്റ് ടു വൺ അനദർ, റാൻഡം. ഏതായിരിക്കും? ഇലക്ട്രോൺസ് എപ്പോഴും ഒരേ ഡയറക്ഷനിലായിരിക്കും ഹെഡ് ചെയ്യുന്നത്. ഓക്കെ, സെയിം ഡയറക്ഷനിൽ പോകുന്നത് കൊണ്ട് കൊളിഷൻ ഒഴിവാക്കും. ഓക്കെ, സോ ഇലക്ട്രോൺസ് ഓൾവേസ് ഹെഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. നെക്സ്റ്റ്, നോർമൽ മെറ്റൽ passes into superconducting state at Critical temperature. critical temperature. Next, based on the magnetic response, superconductors in the types എത്രയാ? Two types of superconductors ആണ് ഉള്ളത്, type 1, type 2. Ideal superconductors exhibit ideal superconductor Effect. option A. മെസ്നർ എഫക്റ്റ് എന്താണെന്ന് അറിയാം. ഈ ഒരു ടോപ്പിക് ആക്ച്വലി ഇതിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും ക്വസ്റ്റ്യൻ ഉണ്ട്. റിലേഷൻ ബിറ്റ്വീൻ ട്രാൻസിഷൻ ടെമ്പറേച്ചറും ഐസോടോപ്പിക് മാസ്. ആക്ച്വലി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയുന്നില്ല, ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ട്രാൻസിഷൻ ടെമ്പറേച്ചറും ഐസോടോപ്പിക് മാസ്. ട്രാൻസിഷൻ ടെമ്പറേച്ചർ മീൻസ് ആ ഒരു വേരിയേഷൻ വരുന്ന ആ ഒരു ടെമ്പറേച്ചർ. ഓക്കെ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, അതിനെയാണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പം ട്രാൻസിഷൻ ടെമ്പറേച്ചറും ഈ മെറ്റീരിയലിന്റെ മാസും തമ്മിലുള്ള റിലേഷൻ, ഇത് അല്ല ഞാൻ തിയറിയിൽ പറഞ്ഞിട്ടില്ല.
എപ്പോഴും ഇതാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും ഐസോടോപിക് മാസും തമ്മിലുള്ള ആ ഒരു റിലേഷൻ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഇസ് പ്രൊപ്പോർഷണൽ ടു 1/√m. ഇതൊന്ന് ഓർമ്മിച്ച് വെക്കണേ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എപ്പോഴും ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അല്ലെങ്കിൽ ഇറ്റ് വേരീസ് വിത്ത് റെസ്പെക്ട് ടു ഐസോടോപിക് മാസ്. അപ്പം വേരിയേഷൻ എന്ന് പറയുന്നത് 1/√m ആണ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഇസ് പ്രൊപ്പോർഷണൽ ടു 1/√m. ഇതൊന്ന് ഓർമ്മിച്ച് വെക്കാം. ഈ വേരിയേഷൻ പറയുന്ന പേരാണ് ഐസോടോപിക് ഇഫക്റ്റ്. അപ്പം ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ്, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു സ്ലൈഡ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ട്രാൻസിഷൻ ടെമ്പറേച്ചർ എത്ര? 4.2 ആണോ? 4.2. 4.2. Cooper pairs are broken at 0 Kelvin, critical temperature, below critical temperature, above critical temperature. ഏത് ടെമ്പറേച്ചറിലാണ് കൂപ്പർ പെയേഴ്സ് ബ്രേക്ക് ആവുന്നത്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലാണ് കൂപ്പർ പെയേഴ്സ് ബ്രേക്ക് ആവുന്നത്. ഓക്കെ, ഇപ്പം സൂപ്പർ കണ്ടക്ടേഴ്സ് ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിൽ ഒരു പോയിന്റും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണേ. സൂപ്പർ കണ്ടക്ടേഴ്സ് എപ്പോഴും മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്ന ഡയറക്ഷൻ അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. സൂപ്പർ കണ്ടക്ടേഴ്സ് മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്ന ഡയറക്ഷൻ അപ്ലൈഡ് ഫീൽഡിന് എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇത്രേ ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടതെല്ലാം റെപ്പറ്റീഷൻ ആയിരുന്നു. ഇതേ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ പല രീതിയിലും സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം സൂപ്പർ കണ്ടക്ടിവിറ്റി ആൻഡ് സൂപ്പർ കണ്ടക്ടേഴ്സിൽ സിലബസ് അനുസരിച്ച് ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.